വെൽക്കം ടു iPlus ട്രെയിനിങ് സൊല്യൂഷൻസ് വീഡിയോ ലെക്ചേഴ്സ്. ഇന്ന് നമ്മൾ മെറ്റീരിയൽ സയൻസ് ബേസ് ചെയ്തുള്ള ഇമ്പോർട്ടൻറ്റ് MCQs ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദി കറക്റ്റ് സൈസ് റേഞ്ച് ഓഫ് dispersoids in micrometers in dispersion strengthened composites? That is, dispersion strengthened compositesലുള്ള dispersoids അഥവാ ആ റീഇൻഫോഴ്സിങ് എലിമെൻസിൻ്റെ സൈസാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് A 0.00001 to 0.0009 micrometers, 0.01 to 0.1 micrometers, 0.1 to 1 micrometers, 2 to 2.7 micrometers. സോ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് B ആണ്. 0.01 to 0.1 micrometers ആണ്. For dispersion strengthening mechanisms, we know the particle size of the dispersion should be less than 0.2 micrometers. in a nearby ആയിരിക്കണം ആ ഒരു വാല്യൂ വരേണ്ടത്. Second question, as a stainless steel contains chromium, iron, nickel. B, chromium and nickel. C, iron and carbon. D, chromium, iron, carbon and nickel. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് D ആണ്. അയൺ, കാർബൺ വിത്ത് ക്രോമിയം ആൻഡ് നിക്കൽ. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഓർ SS സ്റ്റീലിൽ മെയിനായിട്ട് ക്രോമിയമാണ് നമ്മുടെ മെയിൻ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലോങ് വിത്ത് അയൺ ആൻഡ് കാർബൺ. അതുപോലെ തന്നെ ചെറിയ സ്മോൾ എമൗണ്ട് ഓഫ് നിക്കലും അതിൻ്റെ കൂടെ കാണും ഫോർ റീറ്റെയിനിങ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. ഇനി അടുത്ത വരുന്ന ചോദ്യം, തേർഡ് എന്ന് പറയുന്നത്, മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ബെയറിംഗ് ബുഷസ് ഓർ ബെയറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. A, ഫോസ്ഫർ ബ്രോൺസ്. B, ഗൺ മെറ്റൽ. C, ബാബിറ്റ് മെറ്റൽ. D, ഓൾ ഓഫ് ദിസ്. സോ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് D ആണ്. മൂന്ന് മെറ്റീരിയലും ഫോസ്ഫർ ബ്രോൺസ്, ഗൺ മെറ്റൽ, ബാബിറ്റ് മെറ്റൽ, ഇത് മൂന്നും നമുക്ക് ബെയറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ്. ഫോസ്ഫർ ബ്രോൺസ് എന്ന് പറയുന്നത് ഇറ്റ് മെയിൻലി കണ്ടെയ്ൻസ് 92% കോപ്പർ ബൈ കോമ്പോസിഷൻ, റസ്റ്റ് 8% ടിൻ ആൻഡ് എ വെരി സ്മോൾ പെർസെൻറ്റേജ് ഓഫ് ഫോസ്ഫറസ്. ഗൺ മെറ്റൽ എന്ന് പറയുന്നത് 88% കോപ്പർ, ടിൻ 10% ആൻഡ് സിങ്ക് 2%. ബാബിറ്റ് എന്ന് പറയുന്നത് ടിൻ 88%, ആൻറ്റിമണി 8% ആൻഡ് കോപ്പർ 4%. എങ്ങനെയാണ് ഇതിൻ്റെ കോമ്പോസിഷൻ വരുന്നത്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, ജർമ്മൻ സിൽവർ ഈസ് ആൻ അലോയ് ഓഫ് സിൽവർ ആൻഡ് ടിൻ, സിൽവർ ആൻഡ് ഗോൾഡ്, നിക്കൽ ആൻഡ് കോപ്പർ, നിക്കൽ, കോപ്പർ ആൻഡ് സിങ്ക്. സോ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് D ആണ്, നിക്കൽ, കോപ്പർ ആൻഡ് സിങ്ക്. ആക്ച്വലി ജർമ്മൻ സിൽവറിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് 60% നിക്കൽ, 20% കോപ്പർ ആൻഡ് 20% സിങ്ക് ആണ്. ഇവിടെ ജർമ്മൻ നിക്കലിന് സിൽവർ ആക്ച്വലി ഒരു കോൺസ്റ്റൻറ്റേ അല്ല, ജസ്റ്റ് സിൽവറിൻ്റെ ആ ഒരു നിറം ഇല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടീസ് നമുക്ക് ഫാൻസി ഓർണമെൻറ്റ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ആ ഒരു പേര് കിടക്കുന്നത്. സോ ജർമ്മൻ സിൽവർ കണ്ടെയ്ൻസ് 0% സിൽവർ. ആ ഒരു കോൺസ്റ്റൻറ്റിൽ സിൽവർ ഇല്ല. Then fifth question, dash is used as an alloy element to enhance the endurance strength of steel material. സ്റ്റീലിൻ്റെ endurance strength ഏത് അലോയ് യൂസ് ചെയ്താണ് നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നത്. ടങ്സ്റ്റൺ, മോളിബ്ഡനം, നിക്കൽ, വനേഡിയം. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് വനേഡിയമാണ്. നമുക്ക് നമ്മുടെ അലോയ് സ്റ്റീലിൻ്റെ കൂടെ തന്നെ കൊച്ചു കോൺസ്റ്റിറ്റ്യുവൻസ് ആഡ് ചെയ്ത് അതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് വേരി ചെയ്യാൻ പറ്റും. സം മെറ്റീരിയൽസ് ലൈക്ക് നമ്മൾ പല മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത് ചില ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഫസ്റ്റ് എന്ന് പറയുന്നത് നിക്കലാണ്. നിക്കൽ യൂസ് ചെയ്ത് സ്റ്റീലിൻ്റെ ഹാർഡനബിലിറ്റി ഓർ ഹാർഡ്നെസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. ക്രോമിയം യൂസ് ചെയ്ത് അതിൻ്റെ കൊറോഷൻ റെസിസ്റ്റൻസ് ഇമ്പ്രൂവ് ചെയ്യാം. ഇപ്പം നമ്മൾ വെനേഡിയം ആഡ് ചെയ്യുകയാണെങ്കിൽ ഈൽഡ് സ്ട്രെങ്ത് ഓർ എൻഡുറൻസ് സ്ട്രെങ്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. ടങ്സ്റ്റൺ ആഡ് ചെയ്യുകയാണെങ്കിൽ ഹോട്ട് ഹാർഡ്നെസ് ഓർ ഹൈ ടെമ്പറേച്ചർ ഹാർഡ്നെസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. മാംഗനീസ് നമുക്ക് സ്മോൾ എമൗണ്ട് ആഡ് ചെയ്ത് ഡക്ടിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാം. അതുപോലെ സൾഫർ വെരി സ്മോൾ എമൗണ്ട്സിൽ, വളരെ സ്മോൾ എമൗണ്ടിൽ ആഡ് ചെയ്ത് ആ സ്റ്റീലിൻ്റെ മെഷീനബിലിറ്റിയും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. സൾഫറിൻ്റെ എമൗണ്ട് വളരെ കൂടിപ്പോയാലും ആ ഒരു സ്റ്റീല് പെട്ടെന്ന് ബ്രിട്ടിലായിപ്പോവും. അതിനെ റിവേഴ്സ് ചെയ്യാനും നമുക്ക് സൾഫറിൻ്റെ ആ ഇൽ ഇഫക്റ്റ് ഓർ ബ്രിട്ടിൽ എഫക്റ്റ് റിവേഴ്സ് ചെയ്യാനും നമുക്ക് മാംഗനീസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ദി കോർഡിനേഷൻ നമ്പർ ഓഫ് FCC ആണ്. കോർഡിനേഷൻ നമ്പർ എന്താണെന്ന് നമുക്കറിയാം. ആ ഒരു യൂണിറ്റ് സെല്ല് ഒരു ആറ്റത്തിന് ചുറ്റും എത്ര ആറ്റംസ് ആണ് സറൗണ്ട് ചെയ്യുന്നത്, ഓർ നെയ്ബറിങ് ആറ്റംസ് എത്രയാണ്. സോ ഓപ്ഷൻസ് ആർ 4, 6, 8
ആൻഡ് 12. FCC യൂണിറ്റ് സെൽ, ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിൻ്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 12 ആണ്. ജസ്റ്റ് ഈ ഒരു ടേബിളിൽ പല യൂണിറ്റ് സെല്ലുകളിലെ നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ യൂണിറ്റ് സെല്ലും അതിൻ്റെ കോർഡിനേഷൻ നമ്പർ തന്നിട്ടുണ്ട്. സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസിൻ്റെ യൂണിറ്റ് സെൽ 1 ആണ്. കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. സോ ഒരു ആറ്റത്തിന് ചുറ്റും 6 ആറ്റം വരും. അതുപോലെ ബോഡി സെൻറ്റേർഡ് ക്യൂബിക് PCCക്ക് ആണെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസിൻ്റെ യൂണിറ്റ് സെൽ 2 ആണ്. കോർഡിനേഷൻ നമ്പർ 8 ആണ്. അതുപോലെ തന്നെ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് FCC ആണെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസിൻ്റെ യൂണിറ്റ് സെൽ 4 ആണ്. കോർഡിനേഷൻ നമ്പർ 12 ആണ്. അടുത്ത HCP ഹെക്സഗണലി ക്ലോസ്ഡ് പാക്കിംഗ് യൂണിറ്റ് സെല്ലാണെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസിൻ്റെ യൂണിറ്റ് സെൽ 6 ആണ്. അതിൻ്റെയും കോർഡിനേഷൻ നമ്പർ 12 ആണ്. അടുത്ത ഡിഫറെൻ്റ് ആയിട്ടൊരു സ്ട്രക്ചറാണ് DC ഓർ ഡയമണ്ട് ക്യൂബിക് സ്ട്രക്ചറിൻ്റെ നമ്പർ ഓഫ് ആറ്റംസിൻ്റെ യൂണിറ്റ് സെൽ 8 ആണ്. അതിൻ്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, ഇനി ഏഴാമത്തെ ചോദ്യം, ദി എഡ്ജ് ലെങ്ത് ഓഫ് എ FCC യൂണിറ്റ് സെൽ ഓഫ് അറ്റോമിക് റേഡിയസ് R ഈസ് ഗിവൺ ബൈ, ദാറ്റ് ഈസ് ആ യൂണിറ്റ് സെല്ലിൻ്റെ എഡ്ജ് ലെങ്ത് എയും ആ ഒരു ആറ്റത്തിൻ്റെ റേഡിയസ് ആറും തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത് ഇൻ കേസ് ഓഫ് എൻ FCC. സോ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് 2√2R, A is equal to 2√2R, B A is equal to 2R, C A is equal to √2R and D A is equal to 3R. സോ ഇതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് A is equal to 2√2R ആണ്. പല യൂണിറ്റ് സെല്ലിനും ആ ഒരു യൂണിറ്റ് സെല്ലിൻ്റെ എഡ്ജ് ലെങ്ത്, യൂണിറ്റ് ലെങ്ത്തും അതുപോലെ തന്നെ ആ ഒരു ക്യൂബിൻ്റെ ലെങ്ത്തും ഒരു സൈഡും റേഡിയസും തമ്മിലുള്ള റിലേഷൻസ് ഉണ്ട്. ഇപ്പോൾ സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ A is equal to 2R ആണ്. ബോഡി സെൻറ്റേർഡ് ക്യൂബിക് ആണെങ്കിൽ A is equal to 4R/√3 ആണ്. FCC ആണെങ്കിൽ A is equal to 2√2R ആണ്. ഓക്കെ, അടുത്ത 8th ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് ഫോർ എ ഓർത്തോട്രോപ്പിക് മെറ്റീരിയൽ. ഓർത്തോട്രോപ്പിക് മെറ്റീരിയലിന് എത്ര ഇൻഡിപെൻഡൻറ്റ് ഇലാസ്റ്റിക് കോൺസ്റ്റൻ്റ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. A2, B9, C14, D21. സോ ഇതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് 9 ആണ്. ഇപ്പോൾ ഒരു മെറ്റീരിയൽ ഐസോട്രോപ്പിക് ആണെങ്കിൽ ദാറ്റ് റിക്വയർസ് 2 ഇലാസ്റ്റിക് കോൺസ്റ്റൻറ്റ്. ആ ഒരു മെറ്റീരിയലിൽ 2 ഇൻഡിപെൻഡൻറ്റ് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് ഉണ്ട്. ഒന്ന് വന്ന് യങ്സ് മോഡൽ സിയുമാണ്, അടുത്ത വന്ന് മ്യൂ ഓർ പോയ്സൺസ് റേഷ്യോ. ഇപ്പോൾ ആ മെറ്റീരിയൽ ഓർത്തോട്രോപ്പിക് ആണെങ്കിൽ 9 ഇൻഡിപെൻഡൻറ്റ് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് ആ ഒരു മെറ്റീരിയലിൽ കാണും. ആ ഒരു മെറ്റീരിയൽ അനിസോട്രോപ്പിക് ആണെങ്കിൽ അതിന് 21 ഇൻഡിപെൻഡൻറ്റ് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് കാണാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ബൈ വെർച്യൂ ഓഫ് വിച്ച് ഇറ്റ് ക്യാൻ ബി ഡ്രോൺ ഇൻ ടു തിൻ സെക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തിൻ സെക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. A ഇലാസ്റ്റിസിറ്റി, B മാലിബിലിറ്റി, C ഡക്റ്റിലിറ്റി, D റിജിഡിറ്റി. ഇതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഡക്റ്റിലിറ്റിയാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ തിൻ സെക്ഷൻ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തിൻ സെക്ഷൻ ഓർ ഇൻ ടു തിൻ ഷീറ്റ് എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇറ്റ് ഈസ് മാലിബിൾ. ഇനി ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് വെൻ ചേഞ്ചിങ് ഇൻ ടു തിൻ സെക്ഷൻ the material is undergoing some effect of tensile force. പക്ഷേ മാലിബിലിറ്റി, ഇറ്റ് ഈസ് ഹാമേർഡ് ഇൻ ടു തിൻ ഷീറ്റ്. മാലിബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത് കംപ്രസീവ് ഫോഴ്സ് ആണ്. സോ ഈ ഒരു ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. സോ തിൻ സെക്ഷൻസ് ഓർ തിൻ ക്രോസ് സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഡക്റ്റിലിറ്റി ആണ് ഉത്തരം. ഹാമേർഡ് ഇൻ ടു തിൻ ഷീറ്റ് എന്ന് വെച്ചാൽ മാലിബിലിറ്റി ആണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, അടുത്ത 10th ക്വസ്റ്റ്യൻ, ദ ഗേജ് ലെങ്ത് for a bar to be used in a tensile test is given by A is equal to 5 into A raised to 0.5 or 5 into root of A, B 5.65 into A raised to 0.25, C 5 into A raised to 0.75 and D 5.65 into A raised to 0.75. നമ്മൾ ടെൻസൈൽ ടെസ്റ്റിന് സ്പെസിമെൻ വയ്ക്കുന്ന സമയത്ത് സ്പെസിമെൻ്റെ ഗേജ് ലെങ്ത് ഈസ് ആക്ച്വലി ഇൻ റിലേഷൻ വിത്ത് ദി ക്രോസ് സെക്ഷൻ ഓഫ് ദി സ്പെസിമെൻ ഓർ അവർ റോഡ് യൂസ്ഡ്. സോ അത് തമ്മിലുള്ള ഗേജ് ലെങ്ത്തും ആ ഒരു ക്രോസ് സെക്ഷൻ ഏരിയയും തമ്മിൽ ഉള്ള റിലേഷനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ ജനറലി ഫോർ എ ടെൻസൈൽ ടെസ്റ്റ് സ്പെസിമെൻ ഗേജ് ലെങ്ത് L is given by 5.65 into root of A. അതാണ് എൻ്റെ ഉത്തരം. B ആണ് എൻ്റെ ഉത്തരം. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ടെൻസൈൽ ടെസ്റ്റിന് യൂസ് ചെയ്യുന്ന സ്പെസിമെൻ ഇതുപോലെ ആയിരിക്കും ഇരിക്കുന്നത്. സർക്കിൾ ആവാം, ഇല്ലെങ്കിൽ വേറെ വല്ല ക്രോസ് സെക്ഷൻ ആവാം. സോ ദിസ് ഗേജ് ലെങ്ത് ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് 5.65 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എ എന്ന് പറയുന്നത് ആ ക്രോസ് സെക്ഷൻ്റെ ഏരിയ ആണ്. ഇപ്പോൾ ഇവിടെ സർക്കിളാണ് ക്രോസ് സെക്ഷൻ എങ്കിൽ ദിസ് ബിക്കംസ് 5.65 ഇൻറ്റു റൂട്ട് ഓഫ് എക്ക് പകരം
pi by 4 d square എന്ന് നമുക്ക് എഴുതാൻ പറ്റും. That upon calculation and simplification, this becomes 5d. That is, circular ആണ് ക്രോസ് സെക്ഷൻ എങ്കിൽ, circular ആണ് ക്രോസ് സെക്ഷൻ എങ്കിൽ gauge length of a tensile test specimen is equal to 5 times the diameter of the specimen. Okay. അടുത്ത ചോദിച്ചിരിക്കുന്നത് ദ മാക്സിമം സ്ട്രെയിൻ എനർജി ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ എ ബോഡി വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റാണ് ചോദിച്ചിരിക്കുന്നത്. എ റെസിലിയൻസ്, ബി പ്രൂഫ് റെസിലിയൻസ്, സി മോഡുലസ് ഓഫ് റെസിലിയൻസ്, ഡി ടഫ്നെസ്. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് പ്രൂഫ് റെസിലിയൻസ് ആണ്. കാര്യം എന്ന് വെച്ചാൽ മാക്സിമം സ്ട്രെയിൻ എനർജി വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ മാക്സിമം എന്നൊരു വാക്കിൽ ജസ്റ്റ് സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ആണെങ്കിൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് പ്രൂഫ് റെസിലിയൻസ് ആണ്. റെസിലിയൻസ് ആണ്. So proof resilience is maximum strain energy stored and resilience is simply strain energy stored within elastic limit ആണ് പറഞ്ഞിരിക്കുന്നത്. റെസിലിയൻസ് ബൈ വോളിയം ആണ് നമുക്ക് മോഡുലസ് ഓഫ് റെസിലിയൻസ് എന്ന് പറയുന്നത്. ടഫ്നെസ് എന്ന് പറയുന്നത് ദി മാക്സിമം എനർജി സ്റ്റോർഡ് ബൈ എ ബോഡി ബിഫോർ ഫെയിലിയർ ആണ്. ദാറ്റ് ഈസ് ആ സ്ട്രെസ് സ്ട്രെയിൻ കർവിൻ്റെ ഫുൾ കർവിൻ്റെ ഏരിയ അണ്ടർ ദ കർവാണ് നമുക്ക് ടഫ്നെസ് എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ. ഇനി 12th ചോദ്യം, ദി എഞ്ചിനീയറിംഗ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആൻഡ് ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആർ ഈക്വൽ അപ് ടു. എഞ്ചിനീയറിംഗ് സ്ട്രെസ് സ്ട്രെയിൻ കർവും ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ കർവും എവിടെ വരെ സെയിം ആയിരിക്കും, എവിടെ വെച്ചാണ് ആ ഒരു രണ്ട് കർവും ഡിഫറൻഷ്യേറ്റ് ആവുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. എ പ്രൊപ്പോർഷണൽ ലിമിറ്റ്, ബി ഇലാസ്റ്റിക് ലിമിറ്റ്, സി ഈൽഡ് പോയിൻറ്റ്, ഡി അൾട്ടിമേറ്റ് സ്ട്രെങ്ത്. സോ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഈൽഡ് പോയിൻ്റ് ആണ്. അപ്പർ ഈൽഡ് പോയിൻ്റ് വരെ സ്ട്രെസ് സ്ട്രെയിൻ കർവും ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ കർവും സെയിം ആയിരിക്കും. അതായത് സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് വെച്ചാൽ ഫോഴ്സ് ബൈ ഇനിഷ്യൽ ഏരിയ, ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ കർവിലും ഫോഴ്സ് ബൈ അവിടെ ഇരിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ആ ഇൻസ്റ്റൻറ്റിലെ ഏരിയ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ദാറ്റ് ഈസ് ഏരിയ മാറുന്നതനുസരിച്ച് ആ ഫോർമുലയിൽ ഡിനോമിനേറ്റർ നമുക്ക് മാറിക്കൊണ്ടിരിക്കും. ആൻഡ് നമ്മളൊരു എഞ്ചിനീയറിംഗ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഡയഗ്രം ഓർ മൈൽഡ് സ്റ്റീലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് നോക്കുകയാണെങ്കിൽ ഫ്രം പോയിൻ്റ് എ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ലിമിറ്റാണ്, ഇവിടെ പോയിൻ്റ് ബി എന്ന് പറയുന്നത് മാക്സിമം ഇലാസ്റ്റിക് ലിമിറ്റാണ്. ഇത് പോയിൻ്റ് ബി വരെ ഹൂക്സ് ലോ ഒബേ ചെയ്യും. അടുത്ത പോയിൻ്റ് ഡി അപ്പർ ഈൽഡ് പോയിൻ്റ് ഓർ പോയിൻ്റ് സി ഈൽഡ് പോയിൻ്റ് അവിടെ വരുന്നുണ്ട്. ഡി ആൻഡ് സി ഈൽഡ് പോയിൻറ്റ്സ് ആണ്. ഇ എന്ന് പറയുന്നത് ജസ്റ്റ് അതിനുശേഷം നെക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്ന റീജിയനാണ്. എഫ് ഇസ് അൾട്ടിമേറ്റ് പോയിൻറ്റ് ആൻഡ് ജി ഇസ് ദി ഫ്രാക്ചർ പോയിന്റ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അപ് ടു പോയിന്റ് സി ഓർ ഈൽഡ് പോയിന്റ് വരെ ബോത്ത് ദ കർവ് വിൽ ബി സെയിം. അവിടെ നിന്ന് നമ്മൾ ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ കർവിൻ്റെ വാല്യൂസ് വെച്ച് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ കർവും താഴെ വരുന്ന ബോൾഡായിട്ടുള്ള എഞ്ചിനീയറിംഗ് സ്ട്രെസ് സ്ട്രെയിൻ കർവും ഡിഫറൻ്റ് ആയിട്ടായിരിക്കും പോകുന്നത്. അവിടെ നിന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്തായിരിക്കും പോകുന്നത് ആസ് സീൻ ഇൻ ദിസ് ഡയഗ്രാം. ആൻഡ് ഓൾസോ ആ ഒരു ഈൽഡ് പോയിന്റിൽ നിന്ന് ദിസ് ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആക്ച്വലി ഡീവിയേറ്റ്സ് അപ്വേർഡ്സ് and towards left side, deviates towards upwards and towards left side compared to our engineering stress strain curve. Okay, thank you.